ഒന്ന് ആലോചിച്ച് നോക്കിയത് എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തെന്നുള്ള ഭയങ്കര ചാലഞ്ചിങ് ഗെയിം ആയിരുന്നു എന്ന്. പെട്ടെന്ന് വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ബിഗ് പ്രോജക്ട് ഓഫ് ദിസ് മാഗ്നിഫിക്കേഷൻ. നമ്മളും ഫേവർസുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ വർക്കിനെ സംബന്ധിച്ച് കുറേയേറെ പ്രത്യേകതകളുണ്ടായിരുന്നു. നമുക്ക് വളരെ ഒരു ഷോർട്ട് ടൈം ആയിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് ബ്രാൻഡിങ് മുതൽ പ്രൊഡക്ഷൻ വർക്ക്, എല്ലാ വീഡിയോ പ്രൊഡക്ഷൻ വർക്ക് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ട് ഇവനെ ബ്രാൻഡ് ചെയ്തുകൂടാ? അങ്ങനെയാണ് 3 വലിയ മീഡിയ കമ്പനീസ് കമ്മിങ് ഇൻ ടു ദ പിക്ചർ. ക്ലിക്കിനെ സംബന്ധിച്ച് നമ്മൾ പുതിയൊരു ടീമിനെ ഫോം ചെയ്തതിനൊക്കെ ശേഷം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു. ഈ കമ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ടൈം ലൈൻ വാസ് അറൌണ്ട് 10 or 11 days. നമ്മൾ ഈ ഓരോ വർക്കും ചെയ്യുന്നത് 3 ടീമായിട്ടിരിക്കുന്നതാണ്. ഡിസൈൻസ് നോക്കുന്നത് ബിസ്ഫാരോ എന്ന് പറയുന്ന ടീമിൽ അനീഷൊക്കെ ലീഡ് ചെയ്യുന്ന ടീമാണ്. ഇതിൻ്റെ വീഡിയോ ആണ് ഇനിയൊരു മേജർ ചാലഞ്ച് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമുക്കൊരു ടെൻഷനും ഇല്ല. വി ഹാവ് ക്ലിക്ക് ക്രിയേറ്റീവ്സ്. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് ആണ് ഇറ്റ്സ് കമ്മിങ് ഫ്രം OBW, മീ ആൻഡ് മൈ ടീം. അപ്പോൾ അങ്ങനെയാണ് ഇവൻറ്റ് കവറേജിലേക്ക് വരുന്നൊരു പോയിന്റിലാണ് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ടീമിനെ ഫോം ചെയ്യുകയും സ്റ്റുഡൻസിനെ അറിയുകയും ഇവൻറ്റിൻ്റെ എന്തൊക്കെ നടക്കുന്നു, എവിടെയാണ് കാര്യങ്ങൾ നമ്മൾ ഒന്നും വിടാതെ കവർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതായിരുന്നു വാട്ട് വി കെയർഡ് അബൌട്ട്. When we think about building up a brand, when we think about building up a big program, നമ്മൾ ചെറിയൊരു പരിപാടിയിൽ വലിയൊരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് we need to have a key set of innovative people. That is where OBW played its role. They came into the picture. അവരിവിടെ 2 ദിവസം ത്രൂ ഔട്ട് ദ പ്രോസസ് നമ്മളുടെ ഒപ്പം ഇൻവോൾവ് ആയി. അവരെല്ലാം പ്രോഗ്രാംസും ത്രൂ ഔട്ട് ദ ഡേ എല്ലാ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്തവർ. 1 week ടൈമിൽ 3 ടീസേഴ്സ്, അതിനുശേഷം കോൺക്ലേവിൻ്റെ സമയത്ത് ഓൾമോസ്റ്റ് 15 വീഡിയോസ്. വി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് മേക്ക് എ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. അപ്പോൾ നമ്മളൊരു കൂട്ടായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ ഷോർട്ട് ടൈമിൽ നമുക്ക് ഈ ഇവൻറ്റിനെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത്. അത്രയും സന്തോഷമുണ്ട് ഓരോരുത്തരും വന്നിട്ട് ഇതിൽ ഓരോ എലിമെൻറ്റ്സിനും, ഡിസൈൻസിനെ പറ്റിയിട്ടും ഫിലിംസിനെ പറ്റിയിട്ടും വി ആർ സോ ഹാപ്പി ദാറ്റ് വി കുഡ് പുൾ ഇറ്റ് ഓഫ് in a very, very, very short time. It's about how people feel it and how we put it out to people. ഇവിടെ നമ്മൾ വന്നെത്തുന്ന ദിവസം മുതൽ നമ്മൾ കേൾക്കുന്ന അഭിപ്രായങ്ങളുണ്ട്, നമ്മൾ കേൾക്കുന്ന അപ്രിസിയേഷൻസ് ഉണ്ട്. That's all we want to take back from this campaign. I thank my team, I thank Bisfaro, I thank Click Creative. ഇനിയും ഗംഭീരമായിട്ട് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളായിട്ട് ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്.